أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد. സദഖല്ലാഹുൽ അലീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫജ്റിൻ്റെ 6 മുതൽ 12 കൂടി ആയത്തുകളാണ് ഓതിയിട്ടുള്ളത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. അലം തറ, നീ കണ്ടില്ലേ? കൈഫ ഫഅല റബ്ബുക, എങ്ങനെയാണ് നിന്റെ രക്ഷിതാവ് പെരുമാറിയതെന്ന്. ബി ആദ്, ആദിനെ കൊണ്ട്. ഇറമ ദാത്തിൽ ഇമാദ്, ഇറമ അതായത് ഇറം ഗോത്രത്തെ, ദാത്തിൽ ഇമാദ് തൂണുകളുടെ ആളുകളായ, അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അല്ലത്തി ലം യുഖ്ലഖ്, അതായത് പടച്ചിട്ടേ ഇല്ല, മിസ്ലുഹ ഇവരെ പോലുള്ളവരെ, ഫിൽ ബിലാദ് നാടുകളിൽ. വസമൂദല്ലദീന ജാബുസ്സഖ്റ ബിൽവാദ്. വസമൂദ, അതുപോലെ തന്നെ സമൂദ് ഗോത്രവും. അല്ലദീന ജാബുസ്സഖ്റ, അതായത് പാറകൾ തുരന്ന് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയ, ബിൽവാദ് താഴ്വരകളിൽ. വഫിർഔന ദിൽ ഔതാദ്, വഫിർഔന ഫിർഔനയും, ദിൽ ഔതാദ് ആണികളുടെ ആളുകളായ, അല്ലദീന തഗൗ ഫിൽ ബിലാദ്, അതായത് അവർ നാടുകളിൽ അതിക്രമം കാണിച്ചു. ഫഅക്സറു ഫീഹൽ ഫസാദ്. ഫഅക്സറു, അങ്ങനെ അവർ വർദ്ധിപ്പിച്ചു. ഫീഹ, അവിടങ്ങളിൽ, അൽ ഫസാദ് കുഴപ്പങ്ങൾ. സൂറത്തുൽ ഫജ്റിലെ ആദ്യത്തെ 5 ആയത്തുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. പ്രഭാതത്തെ കൊണ്ടും 10 രാവുകളെ കൊണ്ടും ഒറ്റയെയും ഇരട്ടയെയും വെച്ചുകൊണ്ടും രാത്രി അത് മറയാൻ പോകുമ്പോൾ അതിനെയും പിടിച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു ചോദിച്ചു, ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ, ബുദ്ധിയുള്ളവർക്ക് ഇതിൽ സത്യത്തിന് വകയില്ലേ എന്ന്. ഇവിടം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ രാശിയെക്കുറിച്ച് ചെറിയൊരു ബോധനം നടത്തുകയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദ് ഗോത്രത്തെ സംബന്ധിച്ച്, ആദിനെ സംബന്ധിച്ച് അവരെ നിന്റെ രക്ഷിതാവ് എന്താണ് ചെയ്തത് എന്ന് നിനക്കറിയില്ലേ? ആദ് എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ്. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ മകൻ സാം, സാമിൻ്റെ മകൻ ഇറം, ഇറമിൻ്റെ മകൻ ഔസ്. ഈ ഔസിൻ്റെ മകനായിരുന്നു ആദ്. ആ ആദിലേക്ക് ചേർത്തുകൊണ്ട് ഇറം എന്ന് പറയുന്നത് അവരുടെ ഗോത്രത്തിൻ്റെ പേരാണ്. ദാത്തിൽ ഇമാദ്, തൂണുകളുടെ ആൾക്കാരായ. ആ തൂണുകളുടെ ആളുകൾ എന്നതിന് 2 രൂപത്തിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവരുടെ ആകാരം വളരെ വലിയ വലിപ്പമുള്ള ആളുകളായിരുന്നു. അതേപോലെ അവരുടെ ശക്തി, 40 മുഴമൊക്കെയുള്ള പാറ
ഒറ്റക്കെടുത്ത് വലിച്ചെറിയാനുള്ള ശക്തിയുള്ള ആളുകളായിരുന്നു അത്. അത്രയും ശക്തരായിരുന്നു അവർ. ആദ്യ സമൂഹത്തോടുപമിക്കാൻ പോന്നവരാരും തന്നെ അള്ള പടച്ചത് കാണുകയില്ലേ ലോകത്ത്. ഹൂദ് നബിയെ വധിക്കണമെന്ന മോഹക്കാരെ തുരത്തി ഊതി പറപ്പിച്ചില്ലേ റബ്ബ് കാറ്റത്ത്. എൻ്റെ പിതാവ് UK അബൂ സഹല പാടിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ അവരെ പരിചയപ്പെടുത്തിയത് സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമാ ഫതറൽ ഖൗമ ഫീഹാ സർആ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ വഹൽ തറാ ലഹും മിൻ ബാഖിയ. സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമാ. 7 പകലുകളും 8 രാവുകളും തുടർച്ചയായി അവരുടെ മേൽ കാറ്റ് വീശുകയായിരുന്നു. ആ കാറ്റത്ത് അവരെല്ലാവരും ആകാശത്തൂടെ പാറി നടക്കുകയായിരുന്നു. ഈത്തപ്പന തടികൾ വീഴുന്നത് പോലെ വീണ് കിടക്കുകയായിരുന്നു അവരെന്നാണ്. അപ്പോൾ അതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അള്ളാഹു എന്താണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, ഇത്രയും ശക്തരായ ആൾക്കാർ, 900-1000 വർഷങ്ങൾ ജീവിച്ച അതിശക്തരായ ആളുകൾ, അവരെയാണ് അള്ളാഹു ഊതി പറപ്പിച്ചില്ലേ റബ്ബ് കാറ്റത്ത് കൊടുങ്കാറ്റിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയായിരുന്നു, പാറി നടക്കുകയായിരുന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ആ ആളുകളെ അള്ളാഹു ഈ രൂപത്തിൽ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ മക്കയിലൊക്കെയുള്ള ഈ ഈ ബഹുദൈവ വിശ്വാസികളായ ആൾക്കാർ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ആരാണ് അള്ളാഹ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് ചിലവാക്കിയതിൻ്റെ പകുതി പോലും, ചെറിയ ഒരംശം ശിക്ഷ പോലും താങ്ങാനുള്ള കരുത്ത് ഇവർക്കില്ല എന്നത് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് അല്ലതീ ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ്, അവരെ പോലുള്ള ആരെയും അള്ളാഹു ഈ ലോകത്ത് പടച്ചിട്ടേയില്ല. അത്രയും ശക്തരായിരുന്നു അവർ. വസമൂദല്ലദീന ജാബുസ്സഖ്റ ബിൽ വാദ്, ആദ് സമുദായത്തിലേക്ക് അയച്ചിരുന്ന അള്ളാഹു ഹൂദ് അലൈഹി ഇസ്ലാമിനെയായിരുന്നു. സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു സാലിഹ് അലൈഹി ഇസ്ലാമിനെയായിരുന്നു പറഞ്ഞയച്ചിരുന്നത്. ആ സമൂദ് ഗോത്രം താഴ്വരകളിൽ വലിയ കോട്ടകളും കൊട്ടാരങ്ങളും ഉണ്ടാക്കി, അതേപോലെ തന്നെ പാറകൾ തുറന്ന് വീടുണ്ടാക്കി, അങ്ങനെയൊക്കെ ആ അഹങ്കാരവും ഒക്കെ കാണിച്ചിരുന്ന ഈ ആളുകൾ അവർ അള്ളാഹുവിൻ്റെ റസൂലായ സാലിഹ് അലൈഹി ഇസ്ലാമിനെ വെല്ലുവിളിച്ചു. നിൻ്റെ രക്ഷിതാവിന് ഈ പാറ തുറന്ന് ഒരു ഒട്ടകത്തെ ഉണ്ടാക്കാൻ പറ്റിയാൽ ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുടരാമെന്ന്. പക്ഷേ ഒട്ടകത്തെ അള്ളാഹു സൃഷ്ടിച്ചു കൊടുത്തു. അവർ അള്ളാഹുവിനെ വണങ്ങിയില്ല. ഒരൊറ്റ ശബ്ദം കൊണ്ട്, ഘോരമായ ഒരൊറ്റ ശബ്ദം കൊണ്ട് ഈ ആളുകൾ മുഴുവൻ അള്ളാഹു മരിപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ആ വിഭാഗത്തെയും അള്ളാഹു നശിപ്പിച്ചെന്ന് നീ കണ്ടില്ലേ എന്നാണ്. മറ്റൊരു വിഭാഗം ഫിർഔൻ അതിൽ ഔത്താദ്, ഉടമകളായ ഫിർഔനെ സംബന്ധിച്ചു. ഫിർഔൻ്റെ എതിരാളികളെ ആണി മേടി കൊല്ലുകയായിരുന്നു. എത്രത്തോളം എന്നാലും മൂസ അലൈഹി ഇസ്ലാമിനെ പിന്തുടർന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഫിർഔൻ്റെ റാംസീസ് രണ്ടാമൻ്റെ സഹധർമ്മിണിയായിരുന്ന അവരുടെ ഭാര്യയായിരുന്ന ആസിയ ബീവിയെ അവർ മലർത്തിക്കിടത്തി പലകയിൽ വെച്ച് കൈക്കും കാലിലും നെഞ്ഞത്തും ആണി മേടി ഓരോ സമയങ്ങളിലും ഓരോ ആണി മേടിയിട്ട് ഓരോ സ്ഥലത്തും ആണി തറച്ച് കൊല്ലുകയായിരുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് ആ മഹദി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ തമ്പുരാനെ, എനിക്ക് സ്വർഗത്തിൽ നീ ഒരു വീടുണ്ടാക്കി തന്നാൽ മതിയെന്ന്. ഫിർഔൻ്റെ ഈ ദുഷ്ടതയിൽ നിന്നും എനിക്ക് രക്ഷപ്പെട്ടാലും മതി എന്ന മഹദി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അത്രയും ദുഷ്ടനായ ആ ഫിർഔനെയും നേരത്തെ പറഞ്ഞിട്ടുള്ള ആദ് സമുദായത്തെയും സമൂദ് ഗോത്രയും ഒക്കെ അള്ളാഹു നശിപ്പിച്ചത് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുകയാണ്. അല്ലദീന തഗൗ ഫിൽ ബിലാദ്, അവരൊക്കെ ഈ നാടുകളിൽ അങ്ങേയറ്റം അതിക്രമം കാണിക്കുകയുണ്ടായി. എത്രത്തോളം എന്നാൽ അക്സറു ഫിഹൽ ഫസാദ്, ഇവിടെ വലിയ കുഴപ്പങ്ങളുണ്ടാക്കി ആളുകൾ, നാട്ടിൽ മുഴുവൻ കുഴപ്പങ്ങളുണ്ടാക്കി. ഈ മറ്റ് ചില ആളുകളെ ഫിറൗന് കൈയും കാലും ഇടവിട്ട് വെട്ടുകയുണ്ടായി. എന്നിട്ട് ഒരു കാലും അതിൻ്റെ നേരെ എതിർഭാഗത്തുള്ള കൈയും വെട്ടിയിട്ട് നടക്കാനും ഇരിക്കാനും കിടക്കാനും സാധിക്കാത്ത വിധത്തിൽ അത്രയും ക്രൂരത കാണിച്ചു ഇവിടെ. പക്ഷേ ആ ഫിറൗനും അവസാനം ചെങ്കടലിൽ മുങ്ങിച്ചാവുകയാണ് ഉണ്ടായത്. ഇവർക്കെല്ലാം ഉണ്ടായ ഗതി ആലോചിച്ച് നോക്കിയാൽ മക്ക മുശ്രിക്കുകൾക്കും അതുപോലുള്ള മറ്റുള്ള ദൈവനിഷേധികളായ ആളുകൾക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.